മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്നാം മേഘത്തിൽ മവിളതിൽ കാണുന്ന മന്നളിൽ പ്രിയം കൊന്നോകും. ചേരുന്നാം മേഘത്തിൽ മവിളതിൽ കാണുന്ന മന്നളിൽ പ്രിയം കൊന്നോകും. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. തന്നിൽ വിശ്വസിക്കുന്നവരോടുള്ള യേശു കർത്താവിൻ്റെ ഇടപെടൽ എപ്രകാരമാണ്? വിശുദ്ധ വേദപുസ്തകം എന്ത് പറയുന്നു എന്ന് നോക്കാം. 1. തന്നിൽ വിശ്വസിക്കുന്നവരെ യേശു പൂർണ്ണമായി രക്ഷിക്കുന്നു. ഇബ്രായർ 7:25 പറയുന്നത്, താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ യേശു പ്രാപ്തനാകുന്നു. പൂർണ്ണമായി എന്നതിന് 2 അർത്ഥമുണ്ട്. 1. സമ്പൂർണ്ണമായി രക്ഷിക്കുന്നു. ക്രിസ്തു നമുക്ക് നൽകുന്ന രക്ഷ ഭാഗികമല്ല, പൂർണ്ണമാണ്. അവൻ്റെ അടുക്കൽ വരുന്ന ഏത് പാപിക്കും പൂർണ്ണ വിടുതലാണ് ലഭിക്കുന്നത്. അവൻ്റെ അടുക്കൽ ചെല്ലുന്ന ഏത് രോഗിക്കും പൂർണ്ണ സൗഖ്യമാണ് ലഭിക്കുന്നത്. മർക്കോസ് 5:1 പറയുന്ന ഗദരദേശത്തെ ഭൂതബാധിതൻ, ഉഗ്രൻ, കല്ലറകളിൽ പാർക്കുന്നവൻ, ആരാലും അടക്കി നിർത്തുവാൻ സാധിക്കാത്തവൻ, യേശുവിൻ്റെ ശക്തി അവൻ്റെ മേൽ വ്യാപരിച്ചു. അവൻ കർത്താവിൻ്റെ കാൽക്കൽ ശാന്തനായി ഇരുന്നു. മർക്കോസ് 5:15. യേശു അവനെ പൂർണ്ണമായി സൗഖ്യമാക്കി. യോശുവ 2:11 രാഹാബിൻ്റെ സാക്ഷി പ്രകാരമാണ്, നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. അതായത് നമ്മുടെ കർത്താവ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലരെക്കാളും ശക്തനാണ് എന്ന രാഹാബ് സാക്ഷിക്കുന്നത്. അവൻ നമ്മെ പൂർണ്ണമായി രക്ഷിക്കുന്നവനാണ്. പൂർണ്ണമായി എന്നതിൻ്റെ 2ാമത്തെ അർത്ഥം അവസാനത്തോളം രക്ഷിപ്പാൻ ശക്തൻ. അതുകൊണ്ട് ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നിൻ്റെ എല്ലാ ഭാരങ്ങളും എൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് പറഞ്ഞത്. യെശയ്യാവ് പറഞ്ഞു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 53:4-5 വാക്യങ്ങൾ. തൻ്റെ രക്തം നൽകി നമ്മെ പൂർണ്ണമായി രക്ഷയിലേക്ക് നടത്തിയവനും അവസാനത്തോളം കൂടെ നമ്മെ രക്ഷിക്കുന്നവനുമാണ് നമ്മളുടെ കർത്താവ്. ഈ നിശ്ചയത്തോടെയല്ലേ നാം പാടുന്നത്, ശക്തരായ രാജാക്കളാം സിഹോനുമോകും വന്നാൽ ശങ്ക വേണ്ട, ഭീതി വേണ്ട, ശക്തൻ തിന്നായകൻ താൻ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. അതെ, എല്ലാ നാളും യേശു മാത്രമാണ് നമ്മുടെ അഭയസ്ഥാനം. 2. തന്നിൽ വിശ്വസിക്കുന്നവരെ സകല പരീക്ഷകളിൽ നിന്നും യേശു വിടുവിക്കുന്നു. ഇബ്രായർ 2:18 പറയുന്നത്, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. യേശു ഈ ലോകത്തിൽ പരീക്ഷിക്കപ്പെട്ടു, എന്നാൽ അവൻ പരീക്ഷകളെ ജയിച്ചു. പരീക്ഷ പാപമല്ല, എന്നാൽ പരീക്ഷയ്ക്ക് ചെവി കൊടുക്കുന്നത് പാപമാണ്. സാത്താൻ്റെ വിവിധ പരീക്ഷകളിൽ വലയുന്ന നമ്മെ സഹായിപ്പാൻ യേശുവിന് മാത്രമേ കഴിയൂ. കാരണം പാപം ഒഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മളുടെ കർത്താവ്. സാത്താൻ്റെ പരീക്ഷകളെ അവൻ ജയിച്ചതിനാൽ യേശു സാത്താനേക്കാൾ ബലവാനാണ്. 2:14-15 വാക്യങ്ങളിൽ പറയുന്നത്, യേശു മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെ വിടുവിച്ചു. അതുകൊണ്ട് മരണത്തെ നാം ഭയപ്പെടേണ്ടതില്ല. കാരണം യേശു തൻ്റെ മരണത്താൽ മൃത്യുഭയത്തെ ഇല്ലാതാക്കിയവനാണ്. സിംഹക്കുഴിയിൽ പരീക്ഷിക്കപ്പെട്ട ദാനിയേലിനെ മരണത്തിൽ നിന്ന് വിടുവിച്ചവൻ. 3 യഹൂദ യുവക്കന്മാരെ അത്തിച്ചൂളയുടെ പരീക്ഷയിൽ നിന്ന് വിടുവിച്ചവൻ.
അതേ, നമുക്കുണ്ടാകുന്ന സകല രോഗപരീക്ഷകളിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ ശക്തനാണ്. അതിനാൽ ഭയപ്പെടേണ്ടതില്ല. 3, തന്നിൽ വിശ്വസിക്കുന്നവരെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ പ്രതിഫലം നൽകുന്നതുവരെയും അവൻ സൂക്ഷിക്കുന്നു. 2 തിമോത്തിയോസ് 1:12 പറയുന്നത്, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന. നമ്മെയും നമ്മുടെ ആത്മാവിനെയും ഒടുക്കത്തെ നാളിൽ പ്രതിഫലം പ്രാപിക്കുന്നതുവരെയും ശത്രു തൊടാതെ സൂക്ഷിക്കുന്നവനാ നമ്മളുടെ കർത്താവ്. ഇയ്യോബിനെ നമുക്ക് നോക്കാം. അവൻ്റെ സമ്പത്തിനെയും മക്കളെയും ശരീരത്തെയും സാത്താൻ ബാധിച്ചു. എന്നാൽ സാത്താനോട് ദൈവം പറയുന്നത്, അതെല്ലാം നീ ചെയ്തു, എന്നാൽ അവൻ്റെ പ്രാണനെ മാത്രം നീ തൊടരുത്. ഇയ്യോബ് 2:6. അതെ, നമ്മുടെ പ്രാണനെ ദുഷ്ടൻ തൊടാതെ സൂക്ഷിക്കുന്നവനാ നമ്മളുടെ ദൈവം, അന്ത്യത്തോളം കരുതുന്നവൻ. പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന ശബ്ദം കേട്ട് ആ പ്രതിഫലം പ്രാപിക്കുന്നതുവരെയും നമ്മെ സൂക്ഷിക്കുന്നവനാ നമ്മളുടെ കർത്താവ്. അതേ, തന്നെ വിശ്വസിക്കുന്നവരോട് കരുണ കാണിക്കുന്ന ഈ കർത്താവിൽ പൂർണ്ണമായി നമുക്കും ആശ്രയിക്കാം. കർത്താവെ, സ്വർഗീയ പ്രതിഫലം പ്രാപിക്കുന്നതുവരെയും കാത്തുപരിപാലിക്കുന്ന നിന്നിൽ പൂർണ്ണ ആശ്രയം വെപ്പാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ കാന്തൻ യേശുവരാൻ കാലമായി രൂപാന്തരം പ്രാപിക്കും. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ കാന്തൻ യേശുവരാൻ കാലമായി രൂപാന്തരം പ്രാപിക്കും. നമ്മെ ചെറുവാൻ മധ്യവാണി വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ.